അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. അപ്പോൾ ബിസിനസ് അനാലിറ്റിക്സ് നടത്തിയത് കൊണ്ട് നമുക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അതുകൊണ്ടുള്ള ഗുണങ്ങൾ, അതുപോലെ അതുകൊണ്ട് എന്തൊക്കെയാണ് ഡിസഡ്വാൻറ്റേജസ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. അഡ്വാൻറ്റേജസിൽ ആദ്യം വരുന്നതാണ് ഇൻക്രീസസ് ദ എഫിഷ്യൻസി. കമ്പനിയുടെ എഫിഷ്യൻസി കൂട്ടും എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും എന്ന് നമ്മൾ പറയുണ്ടായി. ദാറ്റ് വി ആർ അനലൈസിങ് ദ ഡാറ്റ ഓഫ് അവർ കമ്പനി. അത് ഏത് തരം ഡാറ്റ വേണമെങ്കിലും ആവാം. അതായത് ഒന്നല്ലെങ്കിൽ സെക്കൻഡറി ഡാറ്റ, അതായത് ഓൾറെഡി ഈ ഒരു കമ്പനിയുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റ ഉണ്ടാവും. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആയാലും ബാലൻസ് ഷീറ്റ് ആയാലും, അതുപോലെ കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്രെഡിറ്റേഴ്സിൻ്റെ ഇൻഫർമേഷൻ ആയാലും ഡെറ്റേഴ്സിൻ്റെ ഇൻഫർമേഷൻ ആയാലും ഇതെല്ലാം കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്. ബാങ്ക് ട്രാൻസാക്ഷൻസ്, ഇതൊക്കെ കമ്പനിയുടെ കയ്യിൽ ഓൾറെഡി ഉള്ള കുറേ ഡാറ്റയാണ്. ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഫ്യൂച്ചറിലെ ട്രെൻഡ് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ട്രെൻഡിൻ്റെ ബേസിസിൽ ഫ്യൂച്ചറിലെ കാര്യങ്ങൾ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാനും അതിനനുസരിച്ചിട്ട് പ്ലാൻസൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇനി അതല്ല, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം അറിയണം എന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കസ്റ്റമേഴ്സിൻ്റെ പുതിയ പ്രിഫറൻസസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് ഒരു ക്വസ്റ്റ്യനെയർ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്യുകയും കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ആവശ്യത്തിന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ചെയ്താൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ, ആ ഒരു ഡാറ്റ അനലൈസ് ചെയ്യുന്നതിലൂടെ കസ്റ്റമർ നമ്മുടെ പ്രൊഡക്റ്റിനോട് സാറ്റിസ്ഫൈഡ് ആണോ, സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഏത് ഫീച്ചറിനോടാണ് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തത്, അല്ലെങ്കിൽ ഏത് ഫീച്ചറാണ് അവർക്ക് ഡിസാറ്റിസ്ഫാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പ്രോബ്ലംസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമുക്ക് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസും കണ്ടുപിടിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ സൊല്യൂഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുകയൊക്കെ ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ സാധിക്കും. അതായത് ബെറ്റർ ആയിട്ടുള്ള നമുക്ക് ഡിസിഷൻസ് എടുക്കാനും ആ ഡിസിഷൻസിലൂടെ നമുക്ക് നമ്മുടെ കമ്പനിയുടെ സ്പെസിഫൈഡ് ആയിട്ടുള്ള ഗോൾസ് എല്ലാം, അതായത് ഗോൾസ് പല രീതിയിലാവാം. ടു പ്രൊവൈഡ് കസ്റ്റമേഴ്സ് വിത്ത് ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ, ടു പ്രൊവൈഡ് കസ്റ്റമേഴ്സ് വിത്ത് ബെറ്റർ സർവീസ്, അല്ലെങ്കിൽ ടു ഇൻക്രീസ് ദ സെയിൽസ്, ഇങ്ങനെയുള്ള പല ഗോൾസും ബിസിനസ് ഗോൾസും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡാറ്റ അനലൈസ് ചെയ്ത് അതിൽ നിന്നും നമ്മൾ ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് വഴി നമ്മുടെ ബിസിനസ്സിൻ്റെ പല ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ദെൻ അനലിറ്റിക്സ് എൻകറേജ് എ കമ്പനി കൾച്ചർ ഓഫ് എഫിഷ്യൻസി ആൻഡ് ടീം വർക്ക്. ബട്ട് നമ്മുടെ കമ്പനിയുടെ ഉള്ളിൽ ഒരു ടീം വർക്ക് ബിൽഡ് ചെയ്യാനും ഈ ബിസിനസ് അനാലിറ്റിക്സ് കൊണ്ട് സാധിക്കും. അങ്ങനെ, കാരണം എല്ലാ എംപ്ലോയീസും ഒരുമിച്ച് വർക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, നമ്മുടെ കമ്പനി നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ബിസിനസ് അനാലിറ്റിക്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ എന്തും കൂടി ചെയ്യാറുണ്ട്, നമ്മുടെ എംപ്ലോയീസിൻ്റെ അവരുടെ ഒപ്പീനിയൻ. ഇപ്പോൾ നമ്മളൊരു റിസൾട്ട് കണ്ടുപിടിച്ചു, അപ്പോൾ ആ റിസൾട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഡാറ്റ അനാലിസിസിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമായി, ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ കസ്റ്റമേഴ്സ് ഡിസാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടിക്കഴിഞ്ഞത് എങ്കിൽ നമുക്ക് നമ്മുടെ എംപ്ലോയീസിനോടും നമുക്ക് ചോദിക്കാം, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണ്, നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ സാധിക്കും, എന്തെങ്കിലും ഒരു സജഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്നും തന്നെ നമുക്ക് കളക്ട് ചെയ്യാം. അവരുടെ ഇൻസൈറ്റ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു മൊറയിൽ ഇൻക്രീസ് ആവുകയും അങ്ങനെ നമ്മുടെ കമ്പനിക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അതുപോലെ നമ്മുടെ കമ്പനിയുടെ ഗോൾസൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ, ഇതെല്ലാം നമുക്ക് സാധ്യമാവും. അപ്പോൾ വി ക്യാൻ ഇൻക്രീസ് ദ എഫിഷ്യൻസി, ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ കമ്പനി ത്രൂ ബിസിനസ് അനാലിറ്റിക്സ്. കുറച്ചും കൂടെ നമുക്ക് ഗോളൊക്കെ പെട്ടെന്ന് അച്ചീവ് ചെയ്യാനും നമ്മുടെ പ്രോബ്ലംസൊക്കെ പെട്ടെന്ന് സോൾവ് ചെയ്തെടുക്കാനും, കാരണം കറക്റ്റായിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കേണ്ട. അപ്പോൾ പ്രോബ്ലംസ് ഐഡൻറ്റിഫിക്കേഷൻ തന്നെയാണ് വലിയ കാര്യം. അത് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, അത് ഓവർകം ചെയ്യാനുള്ള സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ ബെറ്റർ ടീം വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ബൈ ആസ്കിങ് ദ എംപ്ലോയീസ് ടു പ്രൊവൈഡ് ദെയർ ഇൻസൈറ്റ്സ് റിഗാർഡിംഗ് ദ വേരിയസ് ഇഷ്യൂസ് ഫേസ്ഡ് ബൈ ദ കമ്പനി. കമ്പനിയിൽ പല ഇഷ്യൂസ് ഉണ്ടാകും, അതിനെക്കുറിച്ചിട്ടുള്ള എംപ്ലോയീസിൻ്റെ അഭിപ്രായവും കൂടെ ചോദിച്ച് അവരുടെ അഭിപ്രായം കൂടെ പരിഗണിക്കപ്പെടുന്നു എന്ന് കാണുമ്പോൾ എംപ്ലോയീസിനും
കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആവും. അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനും അതുവഴി നമുക്ക് നമ്മുടെ ബിസിനസ് ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാനും സാധിക്കും. ദെൻ ഇൻസൈറ്റ്സ് ത്രൂ ഡാറ്റ വിഷ്വലൈസേഷൻ. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിനെ പ്രസൻറ്റ് ചെയ്യുന്നത് ഒരു ഗ്രാഫിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു ചാർട്ടിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ PPT ഫോമിലോ ഒക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്ക് എന്താണ് കാര്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ടെക്സ്റ്റ് വായിച്ച് അതിൽ പറയുന്ന കണ്ടൻറ്റ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ ഒരു ഗ്രാഫ് കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്കൊരു ചാർട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ നമുക്കൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനൊക്കെ കണ്ടിട്ട് അതിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വേണ്ട ഇൻഫർമേഷൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ കോംപ്രിഹെൻസീവ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫ്സ് ക്യാൻ ബി യൂസ്ഡ് ടു മേക്ക് ഷുവർ ദ ഡിസിഷൻ മേക്കിംഗ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ്. കാരണം മറ്റേത് നമ്മളൊരു റിപ്പോർട്ട് മുഴുവൻ ഒരു 100 പേജിൻ്റെ റിപ്പോർട്ടായിരിക്കും അല്ലെങ്കിൽ 500 പേജിൻ്റെ റിപ്പോർട്ടായിരിക്കും. ഈ റിപ്പോർട്ട് മുഴുവൻ ഈ 500 പേജ് വായിച്ചെടുക്കാൻ തന്നെ ഒരാഴ്ച എടുക്കും. പിന്നെ അത് വായിച്ചെടുത്തിട്ട് അതിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കാര്യങ്ങൾ നമ്മുടെ എംപ്ലോയീസിന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ആ ഒരു സജഷൻസൊക്കെ ചോദിച്ച് ആ ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും തന്നെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇറ്റ് മേ ഗെറ്റ് ബോർഡം ഓർ ഇറ്റ് മേ ഗെറ്റ് ടയേർഡ്. അപ്പോൾ ആ ഒരു ബോറിംഗ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ, അതായത് റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രിൻ്റഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ടെക്സ്ച്വൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബോർഡം നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും? ഈ ചാർട്ടിലൂടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രാഫുകളിലൂടെയൊക്കെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു ഇപ്പോൾ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഗുണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പോൾ ആ ഒരു ബോർഡം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് കീപ്പ് അപ്ഡേറ്റഡ്. ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ നമ്മുടെ എക്കണോമിക് എൻവയോൺമെൻറ്റിലായാലും ചേഞ്ചസ് വളരെ പെട്ടെന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ റാപ്പിഡ് പേസിലാണ് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കില്ല അവർ നാളെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്നാണ് കസ്റ്റമേഴ്സിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നത്, കസ്റ്റമേഴ്സിൻ്റെ പ്രിഫറൻസസ് ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ മനസ്സ് പെട്ടെന്ന് തന്നെ മാറുന്നത് കൊണ്ട് തന്നെ നമുക്ക് അവരെന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള ഓഫേഴ്സ് എല്ലാം കൊടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയാലും ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് ആയാലും ഒക്കെ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അനാലിറ്റിക്സ് നടത്തിയുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങനെ ഓരോ സിറ്റുവേഷനിലേക്ക് അവർ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കാരണം നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനറിലുള്ള ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങൾ തരാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ഏതാണ് എന്ന് ചോദിക്കാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഏതാണെന്ന് ചോദിക്കാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഏതാണെന്ന് ചോദിക്കാം, അവർക്ക് ഒരു പ്രോഡക്റ്റ് എങ്ങനത്തെ ബോക്സിലാണ് പാക്ക് ചെയ്ത് വരേണ്ടത് എന്നുള്ളത് ചോദിക്കാം. ചിലപ്പോൾ പാക്കേജിങ്ങിലുള്ള പിഴവ് കാരണം ചില കസ്റ്റമേഴ്സ് ഇപ്പോൾ ചില പ്രൊഡക്റ്റുകൾ വാങ്ങിക്കാതിരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ എലമെൻറ്റിനെ കുറിച്ചും നമ്മുടെ പ്രൊഡക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ എലമെൻറ്റിനെ കുറിച്ചിട്ടുള്ള കസ്റ്റമറിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനറിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് മാറി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ, അവരിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുമ്പോൾ ആ മാറ്റം നമുക്ക് ഈ ഒരു ഡാറ്റ കളക്ഷനിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനും ആ മാറ്റം നമ്മുടെ പ്രോഡക്റ്റിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് സെർവ് ചെയ്യാനും ഒക്കെ സാധിക്കും. ദെൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് അടുത്തൊരു പോയിൻറ്റും പറയുന്നത്, ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്. വളരെ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഈ ഇരുട്ടിൽ തപ്പി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും നല്ലതാണ് പ്രോപ്പറായിട്ട് ഡാറ്റ അനലൈസ് ചെയ്ത് ആ ഡാറ്റയിൽ നിന്നും എന്തെങ്കിലും ട്രെൻഡോ അല്ലെങ്കിൽ ആ ഡാറ്റയിൽ നിന്നും എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ജനറേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻ്റെ ബേസിസിൽ ഡിസിഷൻസ് എടുക്കുന്നത്. റാൻഡംലി എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുന്നത്, അപ്പോൾ അടുത്ത വർഷം ഓണക്കാലത്ത് ഈ ഒരു ടൈപ്പ് പ്രോഡക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻ്റുള്ള ടെക്സ്റ്റൈൽ നമുക്ക് ലോഞ്ച് ചെയ്യാം എന്ന്, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻ്റുള്ള സാരി നമുക്ക് ലോഞ്ച് ചെയ്യാം. അങ്ങനെ ഒരു ഡിസിഷൻ നമ്മൾ റാൻഡംലി എടുക്കുന്നതിനേക്കാളും നല്ലതാണ് ആ ഒരു സമയത്ത് ഒരു ഓണക്കാലത്തിന് ഒരു 6 മാസം മുമ്പ് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റും പ്രിഫറൻസിനെ കുറിച്ച് ഒരു ഡാറ്റ കളക്ഷൻ നടത്തിയിട്ട് ആ ഡാറ്റയുടെ ബേസിൽ നമ്മൾ ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് വേണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ വി ക്യാൻ ടേക്ക് ബെറ്റർ ഡിസിഷൻസ്, അല്ലെങ്കിൽ ബെറ്റർ ആൻഡ് മോർ ആക്യുറേറ്റ് ഡിസിഷൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും.
അപ്പോൾ ഈ യൂസ്ഫുൾ ഡാറ്റ യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള അതുപോലെ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എല്ലാം നമുക്ക് എടുക്കാൻ സാധിക്കും. ദെൻ മോർ എഫക്റ്റീവ് മാർക്കറ്റിംഗ്. നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ ടാർഗറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൊമോഷൻ മെഷേഴ്സ് എടുക്കാൻ സാധിക്കും. Then data analytics also gives useful insights, and we can use this information to adjust the targeting criteria either manually or through automation. അതായത് നമ്മുടെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൊല്യൂഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് ആരാണ്, അവരുടെ പ്രിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പിൻ പോയിൻ്റ് ചെയ്ത് അതിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്ത് അവർക്ക് വേണ്ട സൊല്യൂഷൻസ് എല്ലാം ഈ ഒരു ഡാറ്റ അനാലിറ്റിക്സിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് തന്നെയാണ് എങ്കിൽ നമ്മുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സിന് എങ്ങനെയുള്ള അഡ്വർടൈസ്മെൻ്റ് ആണ് ഇൻഫ്ലുവൻഷ്യൽ ആവുക എന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ടും പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടേത് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് യൂത്ത് ആണ് എങ്കിൽ ഈ പറയുന്ന മാഗസിൻസിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലോ അഡ്വർടൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സിൽ അഡ്വർടൈസ് ചെയ്യുന്നതായിരിക്കും. കാരണം യൂത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഏറ്റവും കൂടുതൽ ഈ യൂട്യൂബ് അല്ലെങ്കിൽ അതുപോലെയുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ആ സൈറ്റുകളിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്താൽ കുറച്ചും കൂടെ നമ്മുടെ റീച്ച് കൂടാൻ സാധ്യതയുണ്ട്. നേരെ മറിച്ച് കുറച്ചും കൂടെ ഏജ്ഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ് നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എങ്കിൽ നമ്മൾ ടെലിവിഷനിലൂടെയോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൂടെയോ ഈ അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു കസ്റ്റമർ ഗ്രൂപ്പിനെ നമുക്ക് സെഗ്മെൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ, അവരെ ഐഡൻറ്റിഫൈ ചെയ്ത് അവരെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവരിലേക്ക് കറക്റ്റായിട്ട് പിൻ പോയിൻ്റ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് അഡ്വർടൈസ്മെൻ്റ് ആയാലും പ്രൊഡക്റ്റുകളായാലും അതുപോലെ ആഫ്റ്റർ സെയിൽ സർവീസ് ആയാലും ഇതെല്ലാം നമുക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇഫക്റ്റീവായിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ സാധിക്കും. ദെൻ ബെറ്റർ കസ്റ്റമർ സർവീസ്. അതായത് കസ്റ്റമേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം ഡിസൈൻ ചെയ്യുന്നത്. അതായത് വി ആർ ഗെറ്റിംഗ് മോർ ഇൻസൈറ്റ്സ് ഫ്രം ദ കസ്റ്റമേഴ്സ്. പിന്നെ അതുകൊണ്ട് തന്നെ വി ക്യാൻ ഡിസൈൻ കസ്റ്റമർ സർവീസ് ടു ദെയർ നീഡ്സ്. കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിലുള്ള കസ്റ്റമർ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. കുറച്ചും കൂടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കസ്റ്റമേഴ്സിനെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഹാപ്പി ആക്കി വെക്കാനും അതുപോലെ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ ഒരു ലോയലായിട്ടുള്ള കസ്റ്റമറിനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മിക്കവാറും എല്ലാ ഒരു കമ്പനീസും നോക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു മാരുതി കാറിൻ്റെ ഒരു കസ്റ്റമർ ആണ് എങ്കിൽ മാരുതി എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ കസ്റ്റമർ അടുത്ത ഒരു കാർ വാങ്ങിക്കുകയാണെങ്കിൽ അതും മാരുതിയുടെ തന്നെ ആയിരിക്കണം എന്നാണ് അവർ ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നത്. അപ്പോൾ ലോയലായിട്ടുള്ള കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം ഡാറ്റ അനാലിസിസ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നീഡ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അവരുടെ പ്രിഫറൻസ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് അനലൈസ് ചെയ്യാനും അതുപോലെ നമുക്ക് അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യാനും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ സാധിക്കും. സോ വി ക്യാൻ ബിൽഡ് എ ലോങ് ടൈം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് റിലേഷൻഷിപ്പ് വിത്ത് അവർ കസ്റ്റമേഴ്സ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു രീതിയിലാണ് എങ്കിൽ ഈ ബെറ്റർ കസ്റ്റമർ സർവീസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മാരുതിയുടെ ഒരു കാറാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മാരുതി ഓൾട്ടോ കാറാണ്. അപ്പോൾ മാരുതി ഓൾട്ടോ കാർ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോൾ നമ്മൾ ഈ ഒരു കാറ് നമ്മൾ ഒരു 6 മാസം കൂടുമ്പോൾ മാരുതിയുടെ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകുന്നു. അവരത് വാഷ് ചെയ്ത് നന്നായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് സർവീസ് ചെയ്ത് തരുന്നു. നമ്മളും അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് അങ്ങനെ ബിൽഡ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കസ്റ്റമർ നെക്സ്റ്റ് ഒരു കാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ മാരുതിയിൽ നിന്നും കിട്ടുന്ന എക്സ്പീരിയൻസ് വളരെ പോസിറ്റീവ് ആയതുകൊണ്ടും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രീതിയിലായതുകൊണ്ടും നെക്സ്റ്റ് ഒരു കാറ് വാങ്ങിക്കുമ്പോൾ ഓബ്വിയസ്ലി മാരുതിയുടെ തന്നെ ഒരു കാറായിരിക്കും ഈ ഒരു കസ്റ്റമർ വാങ്ങിക്കാൻ പ്രിഫർ ചെയ്യുക. അപ്പോൾ അങ്ങനെ കസ്റ്റമേഴ്സുമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മുടെ ഒരു ലോയൽ കസ്റ്റമറായിട്ട് മാറാൻ ഉള്ള സാധ്യത കൂടുതലാണ്. ദെൻ മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ്. മോർ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേസ്റ്റേജസ് ഒക്കെ ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ തന്നെ ഒരു യൂത്തിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ സോഷ്യൽ മീഡിയ വെബ്സൈറ്റ്സിലായിരിക്കും അഡ്വർടൈസ് ചെയ്യുന്നത് കുറച്ചും കൂടെ അവരിലേക്ക് എത്തുക. യൂത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് എത്താൻ കുറച്ചും കൂടെ നല്ലത്. അല്ലാതെ നമ്മൾ വെറുതെ ടി വിയിൽ അഡ്വർടൈസ്മെൻറ്റ് ചെയ്ത് പൈസ കളയുന്നതിനേക്കാളും അല്ലെങ്കിൽ
ഈ പറയണ എന്താണ് ന്യൂസ് പേപ്പറിൽ അഡ്വർടൈസ് ചെയ്ത് പൈസ കളയുന്നതിന്, അപ്പോൾ ആ ഒരു വേസ്റ്റേജസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ യൂത്ത് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഏത് മീഡിയയിലാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു മീഡിയ ടാർഗറ്റ് ചെയ്ത് മാത്രം നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സ് കേന്ദ്രീകരിച്ചാൽ മതിയാവും. അതുപോലെ നമ്മുടെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അഗെയിൻ ഈ യൂത്ത് തന്നെയാണ് എങ്കിൽ നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ ഈ കൊമേഴ്സ് സൈറ്റ്സും കൂടെ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് പ്രകാരം കൂടുതൽ യൂത്തും ഈ കൊമേഴ്സ് സൈറ്റ്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പർച്ചേസസ് നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, കുറച്ചും കൂടെ നല്ല രീതിയിൽ കസ്റ്റമേഴ്സിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. അതുവഴി നമുക്ക് വേസ്റ്റേജസ് കുറയ്ക്കാനും അതുപോലെ എന്താ പറയുക, നമ്മുടെ എഫിഷ്യൻസി കൂട്ടാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഈ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വേസ്റ്റേജസ് കുറയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മളിവിടെ ശ്രദ്ധിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ. അപ്പോൾ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫോർകാസ്റ്റിങ്സ് നടത്താൻ സാധിക്കും. ആ ഫോർകാസ്റ്റിങ്സിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാനിങ് നടത്താൻ സാധിക്കും. അപ്പോൾ പാസ്റ്റ് ഡാറ്റ നമ്മൾ അനലൈസ് ചെയ്യുന്നു, ആ പാസ്റ്റ് ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ആ ഫോർകാസ്റ്റിംഗ് നടത്തുമ്പോൾ നമുക്ക് ആ ഫോർകാസ്റ്റ് എന്താണ്, നമ്മുടെ ബിസിനസ്സിന് എന്താണ് ഭാവിയിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത്, ആ ഒരു ഫോർകാസ്റ്റിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ആക്ഷൻ പ്ലാൻസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാം. അതിനെയാണ് ഇവിടെ പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. പുതിയൊരു ബ്രാഞ്ച് തുടങ്ങണോ, അല്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റിൽ എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് നടത്തണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഒരു ഡാറ്റ അനാലിസിസ് നടത്തി അല്ലെങ്കിൽ കസ്റ്റമർ സർവേ നടത്തി. അപ്പോൾ കസ്റ്റമർ സർവേ നടത്തിയപ്പോൾ നമ്മളുടെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ ഒരു എന്താണ് പറയുക, ഈ ബൂസ്റ്റ് പോലെ ഉള്ള ഒരു എന്താണ് പ്രൊഡക്റ്റാണ് എന്ന് വിചാരിക്കുക. അതായത് ഹെൽത്ത് ഡ്രിങ്കിൻ്റെ ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ഹെൽത്ത് ഡ്രിങ്കിനെ കുറിച്ചിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ എന്താണ് എന്നറിയാൻ കസ്റ്റമേഴ്സുമായിട്ട് ഒരു ക്വസ്റ്റനെയറിലൂടെ ഒരു ഡാറ്റ കളക്ഷൻ നടത്തി. അപ്പോൾ കസ്റ്റമറായിട്ട് ഒരു ഡാറ്റ കളക്ഷൻ നടത്തിയപ്പോൾ മെജോറിറ്റി ഓഫ് കസ്റ്റമർ പറഞ്ഞു അവർ സാറ്റിസ്ഫൈഡ് ഒക്കെയാണ്, പക്ഷേ ഒരു അഡീഷണൽ ഒരു ഫ്ലേവർ, അതായത് വാനില എന്ന് പറയുന്ന ഒരു ഫ്ലേവറും കൂടെ ഉണ്ടായെങ്കിൽ ആ ഒരു ഫ്ലേവറിലും കൂടെ ഈ ഒരു ഹെൽത്ത് ഡ്രിങ്ക് അവൈലബിൾ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കാരണം അവർക്ക് കൂടുതൽ പ്രിഫറൻസ് വാനില ഫ്ലേവറിനോടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഫ്യൂച്ചറിൽ ഒരു വാനില ഫ്ലേവർ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഇറക്കേണ്ടി വരും. അപ്പോൾ കസ്റ്റമേഴ്സിന് പല നീഡ്സ് ഉണ്ടാവും അല്ലെങ്കിൽ പല ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, പക്ഷേ എന്നാലും അവർക്ക് എന്തുണ്ടാവും, വേറെ പല പ്രിഫറൻസസും ഉണ്ടാവും. അപ്പോൾ ആ പ്രിഫറൻസസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനനുസരിച്ച് ഫ്യൂച്ചറിൽ നമുക്ക് പുതിയ പ്രോഡക്ട്സ് ലോഞ്ച് ചെയ്യാനുമൊക്കെ ഈ ഒരു ബിസിനസ് അനാലിറ്റിക്സിലൂടെ പോസിബിളാണ്. അപ്പോൾ വി ക്യാൻ പ്ലാൻ ഫോർ അവർ ഫ്യൂച്ചർ ത്രൂ ബിസിനസ് അനാലിറ്റിക്സ്. അപ്പോൾ ഇത്രയുമാണ് ഈ ബിസിനസ് അനാലിറ്റിക്സ് കൊണ്ടുള്ള ഗുണങ്ങൾ. മെയിനായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു പ്രോബ്ലംസ് ഒക്കെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. അങ്ങനെ ബിസിനസ്സിൻ്റെ പ്രോബ്ലത്തിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമുക്ക് കറക്റ്റായിട്ട് ഈ ബിസിനസ് അനാലിറ്റിക്സിലൂടെ ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. ദെൻ ഈ ഡാറ്റയൊക്കെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നത് വഴി ബെറ്റർ കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഡാറ്റ ഈ ചാർട്ടിൻ്റെ രൂപത്തിൽ അല്ലെങ്കിൽ ഒരു ഡാറ്റ ഒരു ഗ്രാഫിൻ്റെ രൂപത്തിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മനസ്സിലാവുകയും അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ അവർക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നു. പിന്നെ വി ക്യാൻ ബി അപ്ഡേറ്റഡ്, നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ചേഞ്ചിങ് നീഡ്സും വോൺസും ഒക്കെ കറക്റ്റായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ദെൻ അതുകൊണ്ട് തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ സാധിക്കും. ടാർഗറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് എഫേർട്സ് നമുക്ക് എടുക്കാൻ സാധിക്കും. ദെൻ കസ്റ്റമേഴ്സിന് ബെറ്റർ ആയിട്ടുള്ള സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്ക് വേസ്റ്റേജസ് ഒക്കെ കുറച്ച് മോർ എഫിഷ്യൻ്റ് ആവാൻ സാധിക്കും. ദെൻ വി ക്യാൻ പ്ലാൻ ഫോർ ഫ്യൂച്ചർ ഓൾസോ. പാസ്റ്റ് ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്തിട്ട് ആ ഫ്യൂച്ചറിൻ്റെ ബേസിസിൽ നമുക്ക് പ്ലാനുകൾ റീഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഈ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ് ഇസ് ക്വൈറ്റ് സിമിലർ ടു ചാലഞ്ചസ് ഓഫ് ബിസിനസ് അനാലിറ്റിക്സ്. ബിസിനസ് അനാലിറ്റിക്സ് അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ചാലഞ്ചസ് ആണ് കുറേയൊക്കെ ഇതിൽ പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ആദ്യം വരുന്നത് ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്.
നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാലഞ്ചസ് പറയുമ്പോൾ. അതായത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് ചിലപ്പോൾ ഈ ഒരു ബിസിനസ് അനാലിറ്റിക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടായി എന്ന് വരില്ല. അപ്പോൾ കാരണം അവർക്ക് ഈ ബിസിനസ് അനാലിറ്റിക്സിനോട് വലിയ വിശ്വാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് ഇവിടെ ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി, അതായത് നമുക്ക് വേണ്ട ഡാറ്റ കിട്ടിയാൽ മാത്രമേ ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് മീനിങ് ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിലാണ് നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡാറ്റ അവൈലബിൾ ആയിരിക്കണം. പക്ഷേ ചില സമയങ്ങളിൽ എന്ത് ലഭിക്കാറില്ല, ആവശ്യത്തിനുള്ള ഡാറ്റ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡാറ്റ, ക്ലീൻ ഡാറ്റ അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതെല്ലാം ഒരു പ്രശ്നമാണ്. ദെൻ ഈ ഒരു ബിസിനസ് റിപ്പോർട്ട് അല്ലെങ്കിൽ ബിസിനസ് അനാലിസിസ് നടത്തിയതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും അതിപ്പോൾ ഏത് രീതിയിലാണെങ്കിലും, ഇപ്പോൾ വിഷ്വലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ റിപ്പോർട്ടിൻ്റെ ഫോമിലാണെങ്കിലും ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിനാണ്. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റാണ് ഓബ്വിയസ്ലി ഡിസിഷൻസ് എടുക്കുന്നത്, എല്ലാം ശരി തന്നെയാണ്. പക്ഷേ ടോപ്പ് മാനേജ്മെൻറ്റിന് ഈ ഒരു റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് മാത്രം കാര്യമായില്ല. കാരണം ടോപ്പ് മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും ആ ഡിസിഷൻസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ഡിസിഷൻസ് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ആക്ഷൻ എടുക്കുക എന്നുള്ളത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ബോട്ടം ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ഉത്തരവാദിത്തമാണ്. അപ്പോൾ കറക്റ്റായിട്ട് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് കിട്ടുന്ന ആ ഒരു റിപ്പോർട്ട് ഈ മിഡിൽ ലെവലിലേക്കും അതുപോലെ ബോട്ടം ലെവലിലേക്കും കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ബിസിനസ് ഡാറ്റ അനാലിറ്റിക്സ് കൊണ്ട് എന്തെങ്കിലും കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്തു, അതിൻ്റെ ബേസിസിൽ നമ്മൾ ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്തു, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് നമ്മൾ സബ്മിറ്റ് ചെയ്തു, മാനേജ്മെൻറ്റ് ഒരു ഡിസിഷൻ എടുത്തു, എന്നിട്ട് ആ റിപ്പോർട്ട് അങ്ങോട്ട് അടച്ചു വെച്ചതുകൊണ്ട് കാര്യമായില്ല. ഈ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം. ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓബ്വിയസ്ലി ദ റിപ്പോർട്ട് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മിഡിൽ ആൻഡ് ബോട്ടം ലെവൽ മാനേജ്മെൻറ്റ് ഓൾസോ. കാരണം അവർക്ക് ഇത് എന്തിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ, ആക്ഷനിലേക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ ഈ ഒരു ബിസിനസ് അനാലിറ്റിക്സ് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുള്ളൂ. അപ്പോൾ ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, ആ ഒരു ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും ബോട്ടം ലെവൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് പലപ്പോഴും ഈ ബിസിനസ് അനാലിറ്റിക്സിൻ്റെ ആ ഒരു യൂസിനെ ഇല്ലാണ്ടാക്കും. ഓക്കെ, അപ്പോൾ ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, പിന്നെ ലാക്ക് ഓഫ് അവൈലബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൈലബിലിറ്റി ഓഫ് ക്ലീൻ ഡാറ്റ അല്ലെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ഗുഡ് ഡാറ്റ ആൻഡ് ട്രസ്റ്റിനോട് ഉദ്ദേശിക്കുന്നത് ഈ പലപ്പോഴും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് എന്തിനോട് താല്പര്യം ഉണ്ടാവില്ല, ഈ ബിസിനസ് അനാലിറ്റിക്സിനോട് താല്പര്യം ഉണ്ടാവില്ല. അതാണ് ഇവിടെ ഒരു ഒറ്റ പോയിന്റിൽ തന്നെ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പിന്നെ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ഇത് നമ്മൾ ആ ചാലഞ്ചസിൽ പറയുണ്ടായി. അതായത് നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഫോർമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇനി ആ ആക്ഷൻ പ്ലാനിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ചേഞ്ചസ് വരുത്താണ്. അപ്പോൾ പുതിയ ഫ്ലേവർ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഹെൽത്ത് ഡ്രിങ്കിൻ്റെ കേസിൽ പറഞ്ഞു, കസ്റ്റമേഴ്സിന് ഒരു വാനില ഫ്ലേവറിലെ ഹെൽത്ത് ഡ്രിങ്കും കൂടെ കിട്ടിയാൽ നന്നായിരിക്കും എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടി. ആ ഫീഡ്ബാക്കിൻ്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തു, പുതിയൊരു ഫ്ലേവർ, അതായത് വാനില ഫ്ലേവറിലുള്ള ഹെൽത്ത് ഡ്രിങ്ക് നമ്മൾ ലോഞ്ച് ചെയ്തു. പക്ഷേ ലോഞ്ച് ചെയ്ത ഉടനെ തന്നെ കസ്റ്റമേഴ്സ് അത് വാങ്ങിക്കണമെന്നോ അതിൻ്റെ സെയിൽസ് കൂടണം, വാനില ഫ്ലേവർ ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്കിൻ്റെ സെയിൽസ് കൂടണമെന്നോ യാതൊരു നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ ഒരു ഡിസിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസിഷൻ ഇംപ്ലിമെൻറ്റേഷനിൽ നിന്നും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 1.5 വർഷത്തിന് ശേഷം മാത്രമേ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയുള്ളൂ. പിന്നെ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്നും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് റിട്ടേൺസ് ആയിട്ട് നമുക്ക് ROI, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇറക്കിയ മുതൽ നമുക്ക് തിരിച്ചു കിട്ടാൻ ചിലപ്പോൾ സമയം എടുത്തു എന്ന് വരും. അപ്പോൾ അങ്ങനെ ഇറ്റ് ഈസ് എ ടൈം ടേക്കിംഗ് പ്രോസസ്സ്, ഒരുപാട് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് വിസിബിൾ ആവുക എന്നുള്ളത് വളരെ ടൈം ടേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടൈം എടുക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ എംപ്ലോയീസിനൊക്കെ എന്താ ആഗ്രഹം, ആ ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്ത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടണം എന്നായിരിക്കും അവരുടെ ആഗ്രഹം. പക്ഷേ ആ ഒരു ആഗ്രഹത്തിനനുസരിച്ച് ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെ റിസൾട്ട് കിട്ടാണ്ടാവുമ്പോൾ എംപ്ലോയീസ് ഡിസാറ്റിസ്ഫൈഡ് ആവും, അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ മൊറേൽ കുറയാനും അവർ കുറച്ചും കൂടെ ഇതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കുറയുന്നതായിട്ട് അവരിൽ കാണാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, ഈ ഒരു റിസൾട്ട് ഇമ്മീഡിയറ്റ് അല്ലാത്തത് കൊണ്ട് എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്നും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ലോ മൊറേൽ നമുക്ക് ഫീൽ ചെയ്യുകയും അവർക്ക് ഈ ഒരു ബിസിനസ് അനാലിറ്റിക്സുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള താല്പര്യം കുറയുകയും ചെയ്യും.
പിന്നെ ബിസിനസ് അനാലിറ്റിക്സിൽ ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. കാരണം ഇറ്റ് ഈസ് വെരി കോസ്റ്റ്ലി. ഇപ്പോൾ പുതിയൊരു ബ്രാൻഡ് അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് റിസോഴ്സസ് നമുക്ക് പൂൾ ചെയ്ത് നമുക്ക് നമ്മുടെ ബിസിനസ്സിനെ ആ ഒരു രീതിയിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇറ്റ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് കോസ്റ്റ്. അപ്പോൾ ആ കോസ്റ്റ് ഒക്കെ ബിയർ ചെയ്ത് ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്താൽ അപ്പം തന്നെ നമുക്ക് അതിന് റിട്ടേൺസ് കിട്ടില്ല. അപ്പോൾ ആ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും ആ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പറയണ നമ്മുടെ ഒരു മൊറയിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ദെൻ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ. ഓബ്വിയസ്ലി നമ്മുടെ എല്ലാ ഡിസിഷൻസും എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഡാറ്റ, യാതൊരു വിധ മിസ്സിങ് ആയിട്ടുള്ള ഇല്ലാത്ത അല്ലെങ്കിൽ ഇന്നാക്യുറേറ്റ് ആയിട്ടുള്ള ഡാറ്റ അല്ലാതെ കറക്റ്റായിട്ടുള്ള ഡാറ്റ കിട്ടിയാൽ മാത്രമേ ആ ഡാറ്റ അനലൈസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള പ്രഡിക്ഷൻസ് ഒക്കെ നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ഡാറ്റയിൽ എന്തെങ്കിലും ക്വാളിറ്റി കുറവുണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഇല്ലായ്മ എന്തിനേയും ബാധിക്കും? ആ ഡാറ്റയിൽ നിന്നും വരുന്ന ഇൻഫർമേഷനെയും ബാധിക്കും. അപ്പോൾ ക്വാളിറ്റി ഡാറ്റ കിട്ടുക എന്നുള്ളതും ഒരു വലിയ ഇഷ്യൂ ആണ്. കാരണം മിക്കവാറും ഡാറ്റ കളക്ട് ചെയ്ത് വരുമ്പോൾ ആ ഡാറ്റയുടെ ക്വാളിറ്റി കുറയാൻ സാധ്യതയുണ്ട്. കാരണം പല ക്വസ്റ്റനേഴ്സും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. പിന്നെ ചില ഉത്തരങ്ങൾ തെറ്റായിരിക്കും. ചില ഉത്തരങ്ങൾ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യനുള്ള ഉത്തരമായിരിക്കില്ല ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിലുള്ള ഡാറ്റ വളരെ പ്യുവർ ആയിരിക്കണം അല്ലെങ്കിൽ വളരെ കറക്റ്റ് ആയിരിക്കണം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഡാറ്റ എത്രത്തോളം പ്യുവർ ആണോ അത്രത്തോളം, അല്ലെങ്കിൽ എത്രത്തോളം കറക്റ്റ് ആണോ അത്രത്തോളം നല്ല രീതിയിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. പക്ഷേ ഡാറ്റ ക്ലിയർ അല്ല അല്ലെങ്കിൽ ഡാറ്റ കറക്റ്റ് അല്ല എങ്കിൽ അതിൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന ഇൻഫർമേഷൻസും അതിൻ്റെ ബേസിസിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും എല്ലാം തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജ്. ഈ ഡിസഡ്വാൻറ്റേജസ് ഒക്കെ മെയിൻലി നമ്മൾ ആ ഒരു ചാലഞ്ചസിൽ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ മെയിനായിട്ട് വരുന്ന ഡിസഡ്വാൻറ്റേജസ് ലാക്ക് ഓഫ് അലൈൻമെൻറ്റ്, അവൈലബിലിറ്റി ആൻഡ് ട്രസ്റ്റ്. ദെൻ ലാക്ക് ഓഫ് കമ്മിറ്റ്മെൻറ്റ്, കാരണം ഇമീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് തന്നെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് കുറഞ്ഞു വരും. ദെൻ ലോ ക്വാളിറ്റി ഓഫ് ട്രാൻസാക്ഷണൽ ഡാറ്റ, നമുക്ക് കിട്ടുന്ന ഡാറ്റ വളരെ പ്യുവറായിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ മാത്രമേ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? ഡാറ്റ പ്രോസസ്സ് ചെയ്തിട്ട് മീനിങ് ഫുള്ളായിട്ടുള്ള ഇൻഫർമേഷനായി കൺവേർട്ട് ചെയ്തിട്ട് അതിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രഡിക്ഷൻസിൻ്റെ ബേസിസിൽ അല്ലെങ്കിൽ ആ ഫോർകാസ്റ്റിങ്ങിൻ്റെ ബേസിസിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നല്ല ഡാറ്റ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ടുള്ള ഡാറ്റ നമുക്ക് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും തെറ്റായി പോകാനുള്ള സാധ്യത ഉണ്ട്.